നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ പാടുമ്പോഴും അല്ലെങ്കിൽ പാട്ട് പഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. മുങ്കാരം. നമ്മുടെ തൊണ്ടയിൽ യഥേഷ്ടം നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതികൾ അല്ലെങ്കിൽ ബ്രേകൾ വീഴാൻ നമ്മൾ ആകാരം അല്ലെങ്കിൽ സ്വരങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പക്ഷെ അതൊന്നും പ്രാക്ടീസ് ആരും ചെയ്യുന്നില്ലെന്നുള്ള വളരെ അപൂർവമായിട്ട് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത്. അതൊരു പാട്ട് കീർത്തനത്തിലേക്കൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഉപയോഗം വരുമ്പോഴാണ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങണം. പക്ഷേ നമ്മൾ സംഗീതം പഠിച്ച് തുടങ്ങുമ്പം തന്നെ അതിൻ്റെ വരിശകൾ ആദ്യം മുതൽ തന്നെ ഹമ്മിങ് ഒക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്രേക വരും. അതിൻ്റെ സംഗതികളൊക്കെ നമ്മുടെ തൊണ്ടയിൽ വരും. പക്ഷേ ഇങ്ങനെ വന്നാൽ പോലും വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് ശ്രദ്ധിച്ച് ചെയ്യുകയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധക ഭാഗമുണ്ട്, മുങ്കാരം. ആ സാധനം നമ്മുടെ തൊണ്ടയിൽ നമ്മൾ യഥേഷ്ടം നമുക്ക് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അത് നിങ്ങൾ പാടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഇപ്പം ഞാനീ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് പാടിയിട്ട് നിങ്ങൾ ആകാരം ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വേറെ വികാരോ എന്തെങ്കിലും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് തന്നെ പാടി അനുഭവിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഭാഗം നമ്മൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ പറയുമ്പോഴും ഓരോരോ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ പറ്റാതെ വരും. ആദ്യം പറയുന്നതൊക്കെ കുറച്ചൊക്കെ കേൾക്കും, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടാതെ പോകും. അതുകൊണ്ടാണ് ഇത് സ്കെയിൽ 6 അല്ലെങ്കിൽ 8 ഇട്ടിരിക്കുന്നത്. അപ്പം ലേഡീസിനും ജെൻസിനും ഒക്കെ പാടാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്ക് മായാമള ഗോളിരാത്തിൽ തന്നെയാണ് നമുക്കിത് പാടാം. കാരണം ഞാൻ മായാമള ഗോളിരാത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാരണം സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും അത് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ വേറെ രാഗം പഠിക്കാത്തവർക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മായാമള ഗോളിരാത്തിൽ ഇത് പറഞ്ഞു തരുന്നത്. നമ്മൾ ഇങ്കാരം ചെയ്യുമ്പോൾ നമുക്കൊരു പറ്റുന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ തല, നമ്മുടെ ചൊടി, ഇവിടെയൊക്കെ നമുക്ക് കിരികിരികിരികാന്ന് അങ്ങോട്ട് പിരിവിരുത്ത് കയറുന്ന ഒരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം കുട്ടികളൊന്നും ആരും അങ്ങനെ ചെയ്യാറില്ല, അതാണ് സത്യം. പക്ഷേ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ദീർഘകാലം നമ്മൾ ശ്രുതി പിടിക്കുക. കണ്ടോ? ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും. നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്നില്ലേ? നിങ്ങൾക്ക് പലർക്കും പല രീതിയിലായിരിക്കും കേട്ടോ. അത് ഒരാൾക്കും അല്ല, ഇപ്പോൾ ഒരാൾക്ക് അത് ഉണ്ടായി എന്നോർത്തുകൊണ്ട് മറ്റൊരാൾക്ക് ഉണ്ടാകണമെന്നില്ല കേട്ടോ. ഇത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇങ്ങനെ പിടിച്ച് നിർത്തണം. ഇങ്ങനെ നിങ്ങൾ പാടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം തന്നെ സംഗീതം പഠിച്ചവരാണെങ്കിൽ മായാമള ഗോളിരാത്തിൻ്റെ ആരോടോരോടും നിങ്ങൾ പാടി നോക്കുക. അപ്പോൾ അതൊക്കെ
അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് ചുരുക്ക് കിരീടം വെക്കുന്നതായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്തോ അസ്വസ്ഥതകളൊക്കെ നമുക്ക് ചിലവർക്ക് അങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. അതിന് നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഇനി സംഗീതം പഠിക്കാത്തവരാണെങ്കിൽ ഈ ഒരു സംഗതി നമ്മൾ ഇങ്ങനെ നിങ്ങൾ ദീർഘനേരം ഇങ്ങനെ പിടിക്കുക. ഞാൻ ആദ്യം പിടിച്ച പോലെ നിങ്ങൾ ഒന്ന് പിടിച്ചു നോക്കുക. ഇങ്ങനെ പല ആവർത്തി നിങ്ങൾ ചെയ്ത് നോക്കുക, പല പ്രാവശ്യം പലര്. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ വേറെ എന്നാ ചെയ്യുന്നത് നമ്മൾ സ്പീഡ് കൂട്ടാം. പക്ഷേ അതിനു മുമ്പ് നമ്മളിങ്ങനെ പാടുമല്ലേ, അന്നേരം നമ്മളെ ത്രോട്ട് നമുക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക, ചെയ്യിപ്പിക്കണം. കണ്ടോ? അപ്പോൾ അങ്ങനെ ചോദിക്കാം, അത് സ്വരങ്ങൾ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഇനി അതങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ടെന്നേ, നിങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അതിപ്പം ഇത്ര ഇപ്പം ഒരു 3, 4 അല്ലെങ്കിൽ 5, 6 പ്രാവശ്യം നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യാവുള്ളൂ എന്നുള്ളൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീത്ത് കപ്പാസിറ്റി എങ്ങനെ നിങ്ങൾക്ക് പവറുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ആ വൈബ്രേഷൻ തുടരാം കേട്ടോ. ഇപ്പം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്കുണ്ടാക്കണ അനുഭവം എന്നാന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വ്യത്യസ്തമായിരിക്കാം. എനിക്കുണ്ടാകുന്ന അനുഭവമല്ല നിങ്ങൾക്കുണ്ടാകുന്നത്. പക്ഷേ ഇങ്ങനെ പാടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ബ്രീത്ത് പിടിച്ചു നിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു കമ്പനം കൊടുക്കേണ്ടത്, നമ്മുടെ ത്രോട്ടിനൊരു കമ്പനം കൊടുക്കേണ്ടത് ബ്രീത്ത് നിർത്തിക്കൊണ്ടാണ്. അപ്പോൾ ഒപ്പം നമുക്ക് ബ്രീത്ത് കപ്പാസിറ്റി കൂടുകയും ചെയ്യും. അപ്പം ഈ ത്രോട്ട് നമുക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ്. ആദ്യം നമുക്ക് ചുമ്മാ പ്ലെയിനായിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ പ്ലെയിനായിട്ട് പോയാലും നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഇനി 2 പ്രാവശ്യം നിങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മതി. അതങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അതിൻ്റെ വൈബ്രേഷൻ നിങ്ങൾക്ക് കൂടുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പറയാൻ മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇപ്പം അത് ഏത് സ്വരങ്ങളാക്കി നമുക്ക് വേണമെങ്കിൽ പാടാം. പഠിച്ചവർക്ക് വേണമെങ്കിൽ നമുക്ക് സ്വരങ്ങളായിട്ട് തന്നെ പാടാം. പഠിക്കാത്തവരാണെങ്കിൽ അതൊന്നും വേണ്ടതേ, നമുക്കിങ്ങനെ ആ വൈബ്രേഷൻ മാത്രം തൊണ്ടയ്ക്ക് എടുത്താൽ മതി. എന്നിട്ട് നേരെ താഴോട്ട് വരിക, പോവുക, നമുക്ക് ചേഞ്ച് നോക്കാം.
അത് ആ സ്വരങ്ങൾ നിങ്ങൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സംഗീതം പഠിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വരിസ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഈ ഒരു ഭാഗം നിങ്ങൾ ചെയ്യണം. നമ്മളൊരു വരിസ പ്രാക്ടീസ് ചെയ്യണ മുമ്പ് ഈ ഒരു ഭാഗം വന്നിട്ട് ഇങ്ങനെ ഓരോ സ്വരങ്ങൾ പാടിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്വരത്തെ നിർത്തിക്കൊണ്ട് മാക്സിമം അതിന് വൈബ്രേഷൻ എടുക്കുക. അപ്പോൾ കുറച്ച് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ സ്വരങ്ങൾ സ്പീഡിൽ പാടാം. നമ്മൾ ജണ്ടവരിശയൊക്കെ പാടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് പാടാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ജണ്ടവരിശ പാടാൻ നോക്കുമ്പോൾ അങ്ങനെ പാടാം. അങ്ങനെ തൊണ്ട വരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എല്ലാവർക്കും വരികയില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, വരാത്തവർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് അതിനെ നമുക്ക് നമ്മുടെ ത്രോട്ടിൽ നമുക്ക് കിട്ടും, പാടാൻ നമുക്ക് സാധിക്കും. അപ്പം പിന്നെ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വേറെ കാര്യം ചെയ്യണം. ഇത് ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹമ്മിങ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവം എന്താണ്? നമ്മൾ നേരിട്ട് ഹമ്മിങ് ചെയ്യുമ്പോഴും ഉള്ള ആ ഒരു സുഖമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാടാൻ സാധിക്കുന്ന പോലെയാണോ ആ പാടുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തിട്ട് നിങ്ങൾ ഹമ്മിങ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു അനുഭവം എന്താണെന്ന് നിങ്ങൾ തന്നെ അത് പാടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു ഭാഗം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇതിൽ കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഓർത്തിരിക്കാനും നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും സാധിക്കില്ല. ഈ ഒരു ഭാഗം മാത്രം ചെയ്യുക. ഇതിൻ്റെ തന്നെ ഒരു വേറൊരു ഭാഗമായിട്ട് നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സല്ല, ഒരു ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പം അതുവരെ നിങ്ങളിത് ഫോളോ ചെയ്യുക. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും പ്രയോജനപ്പെടുകയാണെങ്കിൽ പെടട്ടെ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.